1000 നന്ദി ഞാൻ ഈശോന് പറയാണ് കേട്ടോ. 1000 നന്ദി നിങ്ങളോടും. എന്തിനാന്നോ 41K സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇന്ന് തരികയാണ്. ദൈവത്തിൻ്റെ 1000 നന്ദി. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ്, ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും മുൻപോട്ട് പോകാൻ തമ്പുരാൻ സഹായിക്കട്ടെ. നിങ്ങൾ ഈ ചെറിയ ചാനലുകളൊക്കെ കാണുമ്പില്ലേ, അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം നമ്മൾ പലപ്പോഴും അവരെ മൈൻഡ് ചെയ്യാണ്ടാവുമ്പോൾ നിർത്തി പോകുന്നവരുണ്ട്, മനസ്സ് മടുത്തു പോകുന്നവരുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യുവാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പം അങ്ങ് ചെയ്തേക്ക് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. കിച്ചണിലേക്ക് എത്തി ലൈറ്റൊക്കെ ഇട്ട് വെച്ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച ഞാൻ കണ്ടത്. എൻ്റെ ദോശമാവ് നല്ല അസലായിട്ട് പൊങ്ങിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു 3/4 പാത്രത്തോളം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഴയാണ്, തണുപ്പായതുകൊണ്ട് അങ്ങ് പൊങ്ങി അങ്ങ് തൂകി പോകത്തില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈസ്റ്റോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങ് പൊങ്ങിപ്പോയി. ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എപ്പോഴും വെക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഓവനും ഈ മതിലും ചേർന്നിട്ടുള്ള ഇപ്പുറത്തെ സൈഡിലാണ്. നമ്മുടെ പൈപ്പിൻ്റെ, അതായത് ആ വാഷ് ബേസിലിരിക്കുന്ന ആ ഒരു സൈഡായി ഇടികളിലിരിക്കുന്നില്ലേ, ആ സൈഡോട് ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും വെക്കുന്നത്. എപ്പോഴും ഞാനിപ്പോൾ കടലയാണെങ്കിലും ദോശമാവാണെങ്കിലും വെള്ളയപ്പത്തിൻ്റെ മാവാണെങ്കിലും എന്താണെങ്കിലും വെക്കുന്നത് അവിടെയാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പൊങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്കിത് തുടച്ച് കളയാൻ ഈസി ആയിരുന്നു. ഇതിപ്പോൾ ഈ ഓവൻ്റെയും സ്റ്റൗവിൻ്റെ ഇടയിലായതുകൊണ്ട് കുറച്ച് മാവൊക്കെ ഓവൻ്റെ അടിയിലേക്കൊക്കെ പോയി, സ്റ്റൗവിൻ്റെ അടിയിലേക്കൊക്കെ കുറച്ചൊക്കെ കേട്ടോ ഈ തുടച്ചപ്പോഴും ഒക്കെ പോയി. അങ്ങനെ അതൊക്കെ രാവിലെ തന്നെ തുടച്ച്, പിന്നെ നമ്മൾ ഇതൊരു 8ൻ്റെ പണിയാണെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ആ ദിവസമേ അങ്ങ് പോവും. പിന്നെ ഞാൻ മോട്ടറൊക്കെ അടിച്ച് ജനലൊക്കെ തുറന്നിട്ട് നമുക്കൊരു സങ്കടം തോന്നും. പിന്നെ ആ സങ്കടത്തിൽ അങ്ങനെ നിൽക്കില്ല കേട്ടോ. നിങ്ങളങ്ങനെയാണോ? എന്തെങ്കിലും വിഷമം തോന്നിയ വിഷമത്തിൽ തന്നെ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരാണോ? അങ്ങനെ ആവരുത് കേട്ടോ. നമുക്ക് വിഷമങ്ങളുണ്ടാവാം, സങ്കടങ്ങളുണ്ടാവാം, നമ്മൾ മനുഷ്യരാണ്, അതിലൊന്ന് പെട്ടുപോകും. പക്ഷെ എന്നാലും അതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരണം കേട്ടോ. മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം, മക്കളെ ചുറ്റിപ്പറ്റുന്ന കാര്യങ്ങളായിരിക്കാം, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതായിരിക്കാം, എന്തും ആയിക്കോട്ടെ നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം. ദൈവത്തെ മുറുക്കി പിടിച്ചോളുക, മുന്നോട്ട് പോകുക. വിശ്വാസം മനസ്സിന് വല്ലാത്ത ബലം നൽകുന്നതാണ്, എൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങാം. പതിവുപോലെ ഭക്തിഗാനങ്ങളോ എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീച്ചോ ഒക്കെ കേട്ടിട്ടാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. എനിക്ക് അങ്ങനെ ആരംഭിക്കാനാണ് ഇഷ്ടം. പോസിറ്റീവായിട്ട് ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. അതാണ് ഏറ്റവും നല്ലതും. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഇന്നതൊക്കെ വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുരിങ്ങാക്കോലും തക്കാളിയും കൂടി ഇട്ടിട്ടൊരു കറി. കുറച്ച് ദിവസമായി ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതിരുന്ന് ഉണങ്ങി പോകത്തുള്ളൂ. ഇപ്പോൾ പെട്ടെന്നൊന്നും സാമ്പാർ വയ്ക്കില്ല. 2 ദിവസം ഉപ്പാട് സാമ്പാറായിരുന്നേ. അപ്പം ഞാൻ മുരിങ്ങാക്കോലിന് അങ്ങനെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മുരിങ്ങാക്കോലും ചക്കക്കുരും തേങ്ങയും കൂടി ഇട്ട് അരച്ചിട്ടൊരു കറി വെക്കണം. ചക്കക്കുരുവിന് ഇപ്പോൾ ഈ പെരുമഴയത്ത് എവിടെ പോകാനാ? ചക്കക്കുരൊന്നും കിട്ടാനുള്ള വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് കൊച്ചുങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിന് വേണ്ടുന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എത്ര മാസമായി, ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ വയറൊക്കെ ആയി വരുന്നതിൻ്റെ ഒരു കിതപ്പുണ്ട്. സ്പീഡിലൊന്നും ജോലി എടുക്കാൻ പറ്റുന്നില്ല. ഒരു രാവിലെ എഴുന്നേക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ ജോലിയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം വിട്ട് അത് ആ ഒരു ഇതിലങ്ങ് നമ്മൾ ചെയ്യുന്നതാണല്ലോ. എനിക്കെൻ്റെ മക്കളെ അയക്കണം, ഫുഡ് ഉണ്ടാക്കണം, ചേട്ടനെ വിടണം, വീട് ക്ലീൻ ചെയ്യണം. ഇത്രയും കഴിയുമ്പോൾ പിന്നെ എൻ്റെ മനസ്സങ്ങ് കുറച്ചങ്ങ് റിലാക്സ് ആകുമ്പോൾ ബോഡി ഒന്ന് ക്ഷീണം പോലെ തോന്നും. അതിപ്പോൾ ഈ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കുറച്ച് നേരം ഒന്ന് കിടക്കുക. പക്ഷെ ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേനും എനിക്കൊന്ന് കിടക്കണം എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ കിടന്നിട്ട് ഞാനൊരു 1 മണിയോ അല്ലെങ്കിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. കാരണം രാത്രി ഉറക്കം എനിക്ക് പ്രോപ്പറല്ല, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് കിടക്കുന്നത്. കുഞ്ഞുങ്ങളോട് നമ്മളെ കെട്ടിപ്പിടിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അവർ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കവും വരില്ല, അത് വേറെ കാര്യം. അങ്ങനെ അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. നമുക്കിന്ന് രാവിലെ മസാല ദോശയാണ് കേട്ടോ. ദോശമാവ് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും ദോശയാണ്. ദോശയല്ല, മസാല ദോശ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മസാല ദോശ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിതാ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിൽ എല്ലാവിധ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാലയും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇത്രയും ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഒരു 2 വിസിലൊന്ന് അടുപ്പിക്കുക കുക്കറിൽ. ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത്തിരി കൈവെള്ളം തളിച്ചാലും മതി. ഒന്നൊരു ഇച്ചിരി കോളും ഒന്ന് ഉരുളക്കിഴങ്ങിനൊന്ന്
ഒന്ന് നിൽക്കാൻ പാകത്തിനൊരു ഇച്ചിരി വെള്ളം വേണം. കുറേ ആവരുത്. കുറേ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് പിന്നെ പറ്റിക്കാൻ നിൽക്കണം. പിന്നെ ഇത് കിഴങ്ങ് കറി പോലെ ആകും. എന്തിനാ പാടുപെടുന്നത്? ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്കൊരു കണക്കുണ്ടാവുമല്ലോ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് അടച്ചു വയ്ക്കുക. പിന്നെ ചോറൊക്കെ അത് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ വേഗം പണി തീർക്കാൻ വേണ്ടി, അപ്പോൾ എനിക്കറിയാമല്ലോ ഇന്ന കറികളൊക്കെയാണ് വെക്കുന്നതെന്ന്. അപ്പോൾ ആ കറികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു സവാള പച്ചമുളക് ഇഞ്ചിയുടെ കൂട്ടില്ലേ, അതൊക്കെ അങ്ങ് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് ആദ്യമുള്ളത് തന്നെ അങ്ങോട്ടങ്ങ് മാറ്റി വെക്കും. അതങ്ങ് അരിഞ്ഞും പിടിച്ചും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി തീർന്നല്ലോ. പിന്നെ ചില കറിക്ക് ഉള്ളിയായിരിക്കും നമുക്ക് അത്യാവശ്യം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങാക്കോലും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു പണ്ടത്തെ ഒരു കറിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് എത്ര പേര് വെക്കുന്നോ അതൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ കുഞ്ഞിലേക്ക് ഇഷ്ടം പോലെ തവണ സ്കൂളിൽ കൊണ്ടുപോയിട്ടുള്ള കറിയാണ്. എൻ്റെ മോൾക്ക് ഇത് ഇഷ്ടമാണ്, മോനിത് വലിയ ഇഷ്ടമല്ല. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ സവാള, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇതെല്ലാം ചോപ്പറിലിട്ട് അങ്ങ് വലിച്ച ശേഷം കുറച്ച് വേപ്പിലയിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, ഒരു തുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നേ. ഈ തക്കാളിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം മാത്രമല്ല കേട്ടോ, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. അത് വെന്തങ്ങ് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമ്മുടെ മുരിങ്ങാക്കോൽ അങ്ങ് ഇട്ട് കൊടുക്കാം, പച്ചനെ ഇട്ട് കൊടുക്കാം. വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേവിച്ച വെള്ളത്തോടു കൂടി വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റിലേ തന്നെ മുരിങ്ങാക്കോൽ വേവിക്കാൻ നിൽക്കണം. അപ്പോൾ അതിലും നല്ലത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തക്കാളി വേവിച്ചിട്ട് ആ പുളി വെള്ളത്തിൽ ഇത് വെക്കുന്നതാണ്. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞു തക്കാളി ഈ ചട്ടിയിൽ വെക്കരുത്, ഇതിൽ വെച്ചാലും ഞാൻ അപ്പം തന്നെ ഈ ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റും. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും മാറ്റും. എനിക്കറിയാം ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് നേരം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അടുത്ത നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽ മുളകും വേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൊരിയിച്ച ശേഷം ഇത്തിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളവിടെ ക്യാരറ്റ് കുറച്ച് നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് കൂട്ടിയിട്ടിട്ട് വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചോപ്പറിലിട്ട് ഞാൻ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ചോപ്പറിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ക്യാരറ്റ് അവിടെ നന്നായിട്ട് ഇങ്ങനെ പൊടിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ക്യാരറ്റ്. പിന്നെ ഇത് ക്വാണ്ടിറ്റി അധികം ഉള്ളത് കൊണ്ടിട്ട് ഇച്ചിരി ക്യാരറ്റ് വേകുന്നതിൽ കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങല്ലല്ലോടാ മുരിങ്ങാക്കോലും തക്കാളിയും കൂടിയിട്ടുള്ള കറിയായി വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു പരുവത്തിലെടുക്കാം, അല്ലെങ്കിൽ എനിക്കൊന്ന് പെരണ്ട് കിട്ടണം, അതിന് വേണ്ടി അവിടെ അങ്ങ് കിടക്കട്ടെ. പിന്നെ ഞാൻ കുക്കറിൽ നമ്മൾ 2 വിസിലടുപ്പിച്ച് നമ്മുടെ മസാല ദോശയുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതൊന്നും ഉടച്ചു കൊടുത്ത ശേഷം കടുക് വറുത്ത് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞുതാ മസാലയുടെ ഫില്ലിംഗ് ആയി. നമ്മളിത് സെപ്പറേറ്റ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി പൊളിച്ച് ഉടച്ച് താളിച്ച് മസാലയിട്ട് അതിനേലും എത്രയോ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. 2 വിസിൽ, ഒരു കടുക് വറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ദോശയ്ക്കുള്ള ഫില്ലിങ് ഇതാ റെഡി. അപ്പോൾ നല്ല പെരട്ടി നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ മുരിങ്ങാക്കോല് തക്കാളി ഇട്ട് പെരട്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. മുരിങ്ങാക്കോലിൻ്റെ ആ ഒരു മത്ത് ടേസ്റ്റും ആ ഒരു തക്കാളിയുടെ പുളിയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റിലേക്ക് കുറച്ച് തേങ്ങാപ്പേരി ഇട്ടിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ തേങ്ങാപ്പേരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഞാൻ ഈ അരിഞ്ഞെടുക്കുന്ന വേസ്റ്റ് എല്ലാം ആ ഒരു കൊട്ടയിലാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ കൊട്ടിക്കളയുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്ലാബിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ സവാളത്തോണ്ടും ഉള്ളിത്തോണ്ടൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് തന്നെ അടുക്കളയിൽ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നേ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ജോക്കൂട്ടൻ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ്. ഞാനപ്പോൾ ഒരു എളുപ്പപ്പണി പറയട്ടെ. ഞാനൊരു ഹോട്ടലിൽ പോയപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടതാണ്. അവർ വെള്ളവും നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവിടുത്തെ ചേച്ചി ദോശക്കല്ലിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അവർ പറയും അപ്പോൾ ദോശ പിടിക്കത്തില്ല, നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കണ്ട, നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. ശരിയാണ്, പക്ഷെ നമ്മൾ അവിടുത്തെ പോലത്തെ ഫ്ലെയിം അല്ല നമ്മത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, പിന്നെ പ്രാക്ടീസും വേണം. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇച്ചിരി നെയ്യും കുറച്ച് വെള്ളവും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊള്ളാട്ടോ. നമ്മളിങ്ങനെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും നമ്മൾ ആ മിക്സ് ചെയ്യുന്ന ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാർ പറയും വെള്ളവും എണ്ണയും ചേരില്ല. അതിപ്പോൾ ആർക്കറിയാൻ പാടില്ലാത്ത വെള്ളം എണ്ണയും ചേരില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങോട്ട്
തോണ്ടി അങ്ങ് എടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റും കൂടി നമുക്ക് ആ ബ്രഷിൽ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ദോശയാക്കിയിട്ട് നമ്മുടെ മസാലയുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും എൻ്റെ മക്കൾക്ക്. എനിക്കൊരു 2 എണ്ണമൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ദോശ ഓരോന്നാക്കിയെടുക്കുകയാണ്. ജോക്കൂട്ടന് ഇതിൻ്റെ ഉള്ളിലൊന്നും വേണ്ട, വെറുതെ ദോശ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെറുതെ ദോശ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ആ നേരം കൊണ്ടൊരു തേങ്ങയും മാങ്ങയും കൂടി ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മ ഇങ്ങനെ കുട്ടി ദോശ പറഞ്ഞു, കുട്ടി ദോശ നെപ്പില്ല, വൈകിട്ട് വന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിട്ടു. കാരണം നമ്മൾ ഈ നേരമില്ലാത്ത നേരത്ത് നമ്മൾ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പോൾ വൈകുന്നേരം വന്നിട്ട് സമാധാനമായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് 2 ഒച്ച എടുത്തപ്പോഴത്തേനും വേഗം വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ കൊടുത്തു. അങ്ങനെ ഇവള് എന്താ മേളിൽ കയറുന്നതെന്നറിയോ, സ്നാക്സ് പാത്ത് വെച്ചേക്കുന്നത് പൊക്കത്താണ്. അപ്പോൾ ഇവൻ രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഒരു കറക്കമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് രാത്രി കഴിക്കും. പിന്നെ ചോറുണ്ണത്തില്ലെന്നേ. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നേരം വെളുക്കുമ്പോഴത്തേനും നമ്മൾ സ്നാക്സ് മേടിക്കാൻ വേറെ ഓടണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ സ്നാക്സ് എടുത്ത് പൊക്കത്ത് പാത്ത് വെപ്പിക്കും. വെക്കാൻ എനിക്ക് കയ്യെത്തും, എടുക്കാൻ കയ്യെത്തൂല. തള്ളി അങ്ങ് വെക്കുമ്പോൾ അങ്ങ് പോകുമല്ലോ. അപ്പോൾ ഞാൻ ദോശക്കല്ലയിൽ മുട്ട വറുത്തെടുത്തു കേട്ടോ. നല്ലതാണ് ദോശക്കല്ലയിൽ മുട്ട വറുക്കുന്നത്. അപ്പോൾ ചടപടീന്ന് പറഞ്ഞ് ഞാൻ ചോറൊക്കെ കെട്ടി. ഈ ലഞ്ച് ബോക്സാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. മുട്ടയൊക്കെ വറുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ്. അപ്പോൾ ലഞ്ച് ബോക്സ് കെട്ടുമ്പോൾ 2 പാറാവുകാർ എൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ അവനെ ഞാനിപ്പോൾ പറഞ്ഞ് പേടിപ്പിച്ചേക്കുന്നത്, സിസ്റ്ററും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വീട്ടിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്, നീ ചോറ് വേണ്ടെന്ന് പറഞ്ഞ് അപ്പം അറിയും. അപ്പോൾ ജോക്കൂട്ടിൽ നിന്ന് പുതിയ യൂണിഫോമാണ് കേട്ടോ. എൻ്റെ മോൾക്ക് തേക്കാൻ പേടി, തൊടാൻ പേടിയാവും. നമ്മ പിങ്ക് കളറല്ലേ, അതിൽ ഞാൻ തൊട്ടിട്ട് എൻ്റെ കയ്യിൽ വല്ല അഴുക്കായാലോ എന്ന്. അപ്പം ഞാനത് തേച്ച് കൊടുത്തു. ഇപ്പം തുണി അകത്ത് വെച്ചേക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് ഈ ഇട്ടവട്ട സ്ഥലമല്ലേ ഉള്ളൂ. മഴ ആയതുകൊണ്ടേ പുറത്തിട്ടിട്ട് ഉണക്കാൻ നടക്കണ കാര്യമല്ല. പുറത്ത് വേറെ കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നമുക്കെല്ലാം കൂടി പുറത്ത് അഴയിൽ കൊള്ളില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മണ്ടയിലൊക്കെ ഇട്ട് ഉണക്കും. ഇപ്പം മഴ ആയതുകൊണ്ട് രക്ഷയില്ല. അപ്പം ഞാൻ പറഞ്ഞു മാറ് എല്ലാം സെറ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിള്ളേരെ റെഡിയാക്കിയൊക്കെ വിട്ടു. പിന്നെ വന്നൊന്നിരുന്നു. ആ ചായ ഏട്ടൻ്റെ ആണ് കേട്ടോ, മുഴുവൻ കുടിച്ചിട്ടില്ല. ഇനി തുണിയൊക്കെ മടക്കി വെക്കണം, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഏകദേശം സമയം ഒരു 10 മണി ആയിട്ടില്ല, 9:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഏട്ടൻ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ബാഗ് എടുക്കാണ്ടാണ് പോയത്. മഴ ആയതുകൊണ്ട് എല്ലാം കൂടി പറ്റില്ല. തിരിച്ചു വന്ന വഴി ഞാൻ ബാഗ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. വന്ന് ബാഗൊക്കെ എടുത്തു. ചായ കുടിച്ചില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പം ഞാനിപ്പോൾ, നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോ ഈ സീരിയൽ? ഞാനിപ്പോൾ കാണും. ഞാൻ സാന്ത്വനം ഫസ്റ്റ് തീർന്നപ്പോൾ നിർത്തിയതാണ്. പിന്നെ ഇപ്പോൾ ഈ സീരിയൽ കാണും കേട്ടോ. അപ്പോൾ എനിക്കറിയാം ഇതൊരു കുട്ടി വ്ളോഗാണെന്ന്. അപ്പം നമുക്ക് അടുത്തൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് വ്ളോഗുമായിട്ടോ ടിപ്സ് വ്ളോഗുമായിട്ടൊക്കെ നമുക്ക് കാണാം. പുതുതായിട്ട് ചാനലിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.